ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ബബിനാണ്. തത്സമയം ശാലിനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നൊരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഞണ്ട് ഉരുളക്കിഴങ്ങിട്ട് വറുത്തരച്ച് കറി വയ്ക്കാൻ പോവാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കൂടുതൽ പറയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. വാ. അപ്പോൾ നമ്മൾ വറുത്തരച്ച ഞണ്ട് കറിക്ക് വേണ്ടിയിട്ട് ഞണ്ട് മേടിക്കാൻ വന്നതാണ് കേട്ടോ. ചെറായിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് അങ്ങനെ ഞണ്ട് വാങ്ങിച്ചു. ഇവിടെയൊക്കെ ഞണ്ട് പുഴഞ്ഞണ്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. കടൽ ഞണ്ട് കിട്ടും, പക്ഷേ ടേസ്റ്റായിട്ടുള്ളത് പുഴയിൽ നിന്ന് കിട്ടുന്ന ഈ ഞണ്ടുകളാണ്. അപ്പോൾ ഈ ഞണ്ടിന് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല മാംസമുണ്ട്. ഈ കാണുന്നത് ഞണ്ടിൻ്റെ കളി എന്ന് പറയും കേട്ടോ. ഞണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഞണ്ടിൻ്റെ ഈ യെല്ലോ ഷെയ്ഡിൽ കാണുന്ന ഈ അതിൻ്റെ തോടിൻ്റെ അകത്തുള്ള ഈ ഭാഗം ഇത് കളയരുത്. കളയാതെ തന്നെ നമ്മളിത് എന്താ ചട്ടിയിലേക്ക് കളയാതെ അനക്കാതെ ഇത് ചട്ടിയിലേക്ക് ഇടുന്നതിൻ്റെ കളി എന്നാണ് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞണ്ട് ക്ലീനാക്കുന്നവർ ശ്രദ്ധിക്കുക. ഇത് ജീവനുള്ള ഞണ്ടൊക്കെ ആണെങ്കിൽ ക്ലീനാക്കാൻ വേറൊരു കാര്യമുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഞണ്ട് അതിനെ കെട്ടൊക്കെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്തായാലും കടി കിട്ടുമല്ല. അതിൻ്റെ മുകളിലുള്ള മുള്ളുകളൊക്കെ കയ്യിൽ കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാനുള്ള കാര്യം പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞണ്ടിനെ ജീവനോടുകൂടിയുള്ള ഞണ്ടാണെങ്കിൽ നിങ്ങൾ ആ ഞണ്ടിനെ എടുത്ത് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഞണ്ട് ചത്ത് കിട്ടും. അപ്പോൾ ഇതൊരു ചിലവർക്കൊരു വിഷമം തോന്നും ഞണ്ടിനെ ഫ്രീസറെടുത്ത്. പക്ഷേ ഈ ഞണ്ടിനെ ജീവനോടുകൂടി ഇതിൻ്റെ കെട്ടൊക്കെ അഴിച്ച് നിങ്ങൾക്ക് കാലൊടിക്കാൻ സാധിക്കില്ല. അതുമല്ല ഇതിൻ്റെ സൈഡിലുള്ള മുള്ളുകളൊക്കെ കയ്യിൽ കുത്തിക്കയറാൻ ചാൻസും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞണ്ട് ക്ലീൻ ചെയ്യുക. ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. അതിനുശേഷം ഞണ്ടിൻ്റെ കാലാണ് കേട്ടോ. കാല് ഞാനിങ്ങനെ ചതയ്ക്കുന്നുണ്ട്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കാല് ഇതുപോലെ ചതച്ച് ഇടുന്നത്. എന്തായാലും നമ്മുടെ ഞണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ് ഞണ്ട്. അതിന് മഞ്ഞൾപ്പൊടി, അതുപോലെ ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പാകമാകാൻ വേണ്ടിയിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇതിന് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഞണ്ട് കുറച്ച് പാകമായി കഴിയുമ്പോൾ ഇതിനൊരു റെഡിഷ് കളർ വരും. അപ്പോൾ കണ്ടാൽ അറിയാം നമുക്ക്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിതൊരു പാകമായി എന്നറിയാം. ഇത് 2 പുളി കൂടി ഇതിനകത്തേക്ക് ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞണ്ടിൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് മാക്സിമം വേവിച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാൻ മൺചട്ടിയിലാണ് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. റെഡിഷ് കളറായി തുടങ്ങിയിട്ടുണ്ട് ഞണ്ട്. ഏകദേശം വെന്തൊക്കെ തുടങ്ങി. എങ്കിലും നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് അറിയാൻ സാധിക്കും. നന്നായിട്ടൊന്ന് വെന്തു അടച്ചു വെച്ച് നമുക്ക് വേവിക്കുകയാണ്. വെന്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ. ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ വെന്ത് പാകമായിരിക്കുകയാണ് നമ്മുടെ ഞണ്ട്. അതിനകത്തേക്ക് നമ്മളിനി ആദ്യം ഇടാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിട്ട് ഒന്നുകൂടി, അപ്പോൾ ഉരുളക്കിഴങ്ങും അതുപോലെ പച്ചമുളക് ഇതൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു, തട്ടി കൊടുത്തു. വേപ്പില കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ ഇതിനകത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് നേരം അടച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം, എന്നാലേ ഉരുളക്കിഴങ്ങ് ശരിക്കും വേവുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി പാകമായിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ വറുത്തരച്ച നമ്മുടെ കൂട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിടാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് വേവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മൾ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മളൊന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വറുത്തരച്ചിട്ടുള്ള തേങ്ങ. ഇതിനകത്തേക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടി, തേങ്ങ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ നന്നായിട്ട് നമ്മൾ വറുത്തരച്ചതിന് ശേഷം മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്തരച്ചതിന് ശേഷം ഈ കാണുന്ന മിക്സിയിലിട്ട് ഇതുപോലെയാക്കി അതിനുശേഷം നേരെ നമ്മുടെ ഈ ചട്ടിയിലേക്കുള്ള ഞണ്ടിൽ ഉരുളക്കിഴങ്ങ് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ തട്ടി കൊടുക്കും കേട്ടോ. കണ്ടോ, ഇതിനകത്തേക്ക് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോഴേക്കും ഏകദേശം ഞണ്ടിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ടാവും. ഇനി കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഞാനെടുത്തത്. ചൂടുവെള്ളം നമ്മുടെ ഈ ജാറിലേക്ക് ബാക്കിയുള്ള അരപ്പ് കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഒഴിക്കും. അതിന് ശേഷം നന്നായിട്ട് ആ അരപ്പൊന്ന് മിക്സ് ചെയ്ത് ഇതിന് ശേഷമാണ് ബാക്കി
ഞണ്ടിലേക്ക് ഇടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പച്ചവെള്ളമാകാതിരിക്കുക, ടേസ്റ്റിലും വ്യത്യാസം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അരപ്പിൽ ബാക്കിയുള്ള അരപ്പ്, മിക്സിയിലുള്ള അരപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഉപയോഗിക്കരുത്. കുറച്ച് വെള്ളം ചൂടാക്കി തന്നെ അരപ്പ് മിക്സ് ചെയ്ത് നമ്മുടെ ഞണ്ട് കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇനിയും കുറച്ച് നേരം കിടന്ന് ഈ ഞണ്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് തിള വരണം. ഈ ഒരു തിള പോരാ, നന്നായിട്ട് തിള വന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. കുരുമുളക് വീട്ടിലുണ്ടെങ്കിൽ അത് ചതച്ചിട്ട് അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇടുന്നതായിരിക്കും ബെസ്റ്റ്. ഇപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെയാണ് രണ്ടാമത് നമ്മളൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിനകത്ത് ചേർക്കും. ആ മസാലക്കൂട്ടിനൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഗരം മസാല കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അതിനകത്തേക്ക് പറക്കിയിട്ട് ഒരു വല്ലാത്ത ഒരു സ്മെല്ല് വരും കേട്ടോ. കാരണം നമ്മൾ ഈ കറിയിൽ താളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കടുക് താളിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കടുക് പൊട്ടിച്ചു. ബ്രൗൺ കളറായപ്പോൾ, ഉള്ളി ബ്രൗൺ കളറായപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വേപ്പില കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. വേപ്പില ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്ത ആ ഒരു സ്മെല്ലൊക്കെ വരും അല്ലേ. കടുക് താളിക്കുക എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ എന്തായാലും അവനൊരു ബ്രൗൺ കളറായപ്പോൾ നമ്മളതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നേരം നന്നായിട്ട് ഒന്ന് ഇളക്കി അവനെ ഒന്ന് യോജിപ്പിച്ച് അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് കടുക് താളിച്ച്, അല്ലെങ്കിൽ കറിക്ക് താളിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ കറിയുടെ മുകളിലേക്ക് ആ കടുക് താളിച്ചതിട്ട് കറിയിലെ ഒരു രക്ഷയില്ല മക്കളെ. അപാര ടേസ്റ്റാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. കിടുക്കാച്ചിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച ഞണ്ട് കറി ദേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞണ്ട് റോസ്റ്റും നമ്മുടെ പടവലങ്ങയും പരിപ്പും അതുപോലെ നമ്മുടെ സ്ഥിരം പച്ചമുളകും ഒക്കെ കൂട്ടിയിട്ട് തട്ടേട്ടാം. വാ, ഞണ്ട് നമ്മൾ കാലത്ത് മേടിച്ച ഞണ്ടാണത്. ഇവിടെ പുഴ ഞണ്ടാണ് കേട്ടോ. പുഴയിൽ നിന്ന് ഉള്ള ഞണ്ട്, കായൽ ഞണ്ടാണ് ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത്. സാധ്യ ടേസ്റ്റാണ്, കിടിലൻ, ഒരു രക്ഷയില്ല. ഉരുളക്കിഴങ്ങ് ഞണ്ടിങ്ങനെ എടുത്തിട്ട് ഞണ്ടിൻ്റെ ഉള്ളില മാംസമാണ് കേട്ടത്. സാധ്യ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. മറ്റൊരു വീഡിയോയുമായി തത്സമയ ചാനലിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.